തകർന്നു വീഴാവുന്ന എസ്റ്റേറ്റ് ലയങ്ങളുടെ അപകടഭീതിയിൽ മുന്നറിയിപ്പ് നൽകി പ്രതിഷേധിച്ച ശേഷം ലയങ്ങൾ തകർന്നു വീണിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്ന് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUC ഭാരവാഹികൾ വണ്ടിപ്പെരിയാറിൽ പറഞ്ഞു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ് എന്നും സ്വന്തം. മഴക്കാലം ആരംഭിക്കുന്നതോടുകൂടി പീരുമേട് താലൂക്കിലെ ശോചനീയാവസ്ഥയിലുള്ള ലയങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ട കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ പീരുമേട് ഡെപ്യൂട്ടി ലേബർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരുന്നു. ഇതിനുശേഷം മഴ ശക്തമായതോടുകൂടി പീരുമേട് താലൂക്കിലെ 5ഓളം ലയങ്ങൾ ഇടിഞ്ഞു വീണിരുന്നു. തൊഴിലാളികളുടെ ജീവന് ഭീഷണിയായി നിലകൊള്ളുന്ന സാഹചര്യത്തിലും സർക്കാർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത്. സാഹചര്യത്തിൽ അടിയന്തരമായി പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി വിളിച്ചു ചേർത്ത് ലയങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്കാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് KPW യൂണിയൻ ഭാരവാഹികൾ വണ്ടിപ്പെരിയാറിൽ ആവശ്യപ്പെട്ടു. പീരുമേട്ടിലെ തോട്ടത്തൊഴിലാളി ലയങ്ങൾ ഏത് സമയവും നിലംപൊത്താറായ അവസ്ഥയിലാണ്. കാലപ്പഴക്കം കൊണ്ടും കൃത്യമായി മെയിൻ്റെനൻസ് ചെയ്യാത്തതുകൊണ്ടും ഏത് സമയവും നിലംപൊത്തായി തൊഴിലാളി കുടുംബങ്ങൾക്ക് അപകടമുണ്ടാകുന്നൊരവസ്ഥയിലാണ് പീരുമേട്ടിലെ തോട്ടത്തൊഴിലാളി ലയങ്ങൾ. ഈ സംബന്ധിച്ച് നിരവധിയായ പരാതികൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിനും മാനേജ്മെൻറ്റിനും ഗവൺമെൻറ്റിനുമൊക്കെ നൽകിയിട്ടും നാളിതുവരെയും യാതൊരു നടപടികളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലായി എല്ലാ ദിവസവും തന്നെ മഴ പെയ്യുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ലയങ്ങൾ ഇടിഞ്ഞു വീണ് തൊഴിലാളി കുടുംബങ്ങൾക്ക് വലിയ അപകടം പറ്റുന്ന അവസ്ഥയിലേക്ക് ഓരോ ദിവസവും കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികളുടെ ജീവൻ രക്ഷിക്കാൻ ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടണം. ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഈ കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കണം. അടിയന്തരമായി പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി വിളിച്ചുകൂട്ടി തൊഴിലാളി ലയങ്ങൾ മെയിൻ്റെനൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഗവൺമെൻറ് കൈക്കൊള്ളണമെന്നാണ് കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയന് പറയുവാനായിട്ടുള്ളത്. കഴിഞ്ഞ 2 ബഡ്ജറ്റിലായി 10 കോടി രൂപ വീതം 20 കോടി രൂപ ഈ ലയങ്ങളുടെ നവീകരണത്തിനായിട്ട് നീക്കിവെച്ചിട്ടുണ്ടെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ഈ 20 കോടി രൂപയിൽ 1 രൂപ പോലും ചിലവഴിക്കാൻ ഗവൺമെൻറ്റിന് നാളിതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായിട്ടുള്ള കാര്യമാണ്. ഇത് പീരുമേട്ടിലെ തോട്ടം തൊഴിലാളികളോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണനയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ജീർണിത അവസ്ഥയിൽ നിലകൊള്ളുന്ന ലയങ്ങളിൽ താമസക്കാരായ തൊഴിലാളികളുടെ ജീവൻ വെച്ച് പന്താടുന്ന സർക്കാർ നടപടിയിൽ ഇനിയും ശക്തമായ പ്രതിഷേധ സമരങ്ങളുമായി രംഗത്തെത്തുമെന്ന് നേതാക്കളായ KPW യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത്, വർക്കിംഗ് പ്രസിഡന്റ് M ഉദയസൂര്യൻ, KA സിദ്ദിഖ്, N മകേഷ് തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.